എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐതിഹ്യമാലയിലെ 7ാമത്തെ ഭാഗമായ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും എന്ന ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞതിന്റെ ബാക്കിയായി ഇന്ന് കേൾക്കാം. ജാതകഫലം അനുഭവിക്കാതെ കഴിയുകയില്ലെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എങ്കിലും കഴിയുന്നതും പരീക്ഷിക്കണമെന്ന് വിചാരിച്ച് ഭട്ടതിരി ഒരു ഉപായം നിശ്ചയിച്ചുകൊണ്ട് സ്വദേശം വിട്ട് പാഴൂർ വന്നു താമസിച്ചു. തനിക്ക് അധപതനം സംഭവിക്കുന്നതിന് യോഗമുള്ളതായ ആ ദിവസം രാവിലെ കുളിച്ച് നിത്യകർമാനുഷ്ഠാനാദികളും ഭക്ഷണവും കഴിഞ്ഞതിന്റെ ശേഷം ചില സ്നേഹിതന്മാരോടുകൂടി തോണി കളിക്കാനായി പോയി. അന്ന് അഹോരാത്രം തോണിയിൽ തന്നെ കഴിച്ചു കൂട്ടണമെന്നായിരുന്നു ഭട്ടതിരിയുടെ ഉദ്ദേശം. പാഴൂർ പുഴയിലായിരുന്നു വഞ്ചിക്കളി. പകൽ മുഴുവനും അങ്ങനെ പുഴയിൽ തന്നെ കഴിച്ചുകൂട്ടി. സന്ധ്യാസമയമായപ്പോൾ കരയ്ക്കടുത്തു. കുളിച്ച് സന്ധ്യാവന്ദനാദി കഴിച്ച് വീണ്ടും എല്ലാവരും കൂടി വഞ്ചിയിൽ കയറി കളി തുടങ്ങി. നല്ല നിലാവുള്ള കാലമായിരുന്നതിനാൽ തൽക്കാലം ഒരു വിഷമതയും ഉണ്ടായിരുന്നില്ല. നേരം പാതിര കഴിഞ്ഞപ്പോൾ ആ വിധമൊക്കെ ഒന്ന് മാറി. അതികഠിനമായി മഴക്കാറും കാറ്റും തുടങ്ങി. കാർമേഘങ്ങളാൽ ചന്ദ്രമണ്ഡലം അശേഷം മൂടപ്പെടുകയാൽ ചന്ദ്രികയില്ലാതെയായി എന്നു മാത്രമല്ല അതിഘോരമായ അന്ധകാരം ലോകമാസകലം നിറയുകയും ചെയ്തു. വഞ്ചിയിൽ ഇരിക്കുന്നവർക്കു തന്നെ പരസ്പരം കാണാൻ കഴിയാതെ ആയിത്തീർന്നു. ഉടനെ അതികേമമായി മഴയും തുടങ്ങി. പുഴയിൽ ഒഴുക്കും ഓളവും കലശലായി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു മുങ്ങുമെന്നുള്ള ദിക്കായി. മരണഭയം നിമിത്തം എല്ലാവർക്കും വല്ല പ്രകാരവും കരയ്ക്കടുക്കണമെന്ന് തോന്നി തുടങ്ങി. ഇരുട്ടുകൊണ്ട് കരയും കടവും കാണാനും പാടില്ല. ഒഴുക്കും ഓളവും കൊണ്ട് ഊന്നിയാലും തുഴഞ്ഞാലും വഞ്ചി നേരെ പോകുന്നുമില്ല. ആകപ്പാടെ വലിയ കുഴപ്പത്തിലായി തീർന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരുവിധം വഞ്ചി ഒരു കരയിൽ ചെന്നടുത്തു. കരയ്ക്കിറങ്ങിയ ഉടനെ എല്ലാവരും നനഞ്ഞൊലിച്ചു കിടുകിടാ വിറച്ചുകൊണ്ട് അടുക്കലുള്ള ഓരോ ഗൃഹങ്ങളിലേക്ക് കയറിപ്പോയി. കൂട്ടുകാരെല്ലാം പിരിഞ്ഞു. ഭട്ടതിരി തനിച്ചായി. കാറ്റും മഴയും കൊണ്ട് തണുപ്പ് സഹിക്ക വയ്യാതെ വിറച്ചുകൊണ്ട് അദ്ദേഹം ഇരുട്ടത്ത് തപ്പി പുറപ്പെട്ടു. തൽക്കാലമുണ്ടായ ഇടിമിന്നലിന്റെ പ്രകാശം കൊണ്ട് കാണപ്പെട്ടതായ ഒരു വീടിന്റെ തിണ്ണയിൽ അങ്ങനെ ചെന്നു കയറി. മുണ്ടും മറ്റും പിഴിഞ്ഞ് തുവർത്തി കുറച്ചു സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഒരു ഇടിമിന്നൽ ഉണ്ടായതിനാൽ ആ ഇറയത്ത് ഒരു കയറ്റുകട്ടിലും പായും തലയെണ്ണയും ഇരിക്കുന്നതായി കണ്ടു. ഇതാരുടെയെങ്കിലും ആകട്ടെ എടുത്തു കിടക്കുക തന്നെ എന്ന് നിശ്ചയിച്ച് ആ കട്ടിലിൽ കയറി കിടപ്പുമായി. അത്താഴമുണ്ടായക കൊണ്ടും വഞ്ചി കളിയിലുണ്ടായ അധ്വാന നിമിത്തവും ഭട്ടതിരി വളരെ ക്ഷീണിച്ചിരുന്നതിനാൽ കിടന്ന ഉടനെ ഉറക്കവുമായി. ഭട്ടതിരി കിടന്നതായ ആ കട്ടിലും പായും വീട്ടുടമസ്ഥന്റേതായിരുന്നു. അവർ ഒരു മദ്യപൻ ആയിരുന്നതിനാൽ ഭാര്യയോട് കലഹിച്ച് അന്ന് എവിടെയോ പോയിരുന്നതിനാലാണ് അതൊഴിവായിരുന്നത്. ഭട്ടതിരി ഉറക്കമായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മഴ മാറി. മുമ്പിലത്തെ പോലെ നിലാവും തെളിഞ്ഞു. ആ സമയം ഒരു സ്ത്രീ പുരയുടെ വാതിൽ തുറന്ന് മൂത്രശങ്കയ്ക്കോ മറ്റോ ആയി പുറത്തിറങ്ങി. അപ്പോൾ കട്ടിലിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു. അത് തന്റെ ഭർത്താവാണെന്നും തിരികെ വന്നപ്പോൾ രാത്രി അധികമായതിനാൽ വിളിക്കേണ്ടെന്ന് വിചാരിച്ചു കയറി കിടക്കുന്നതാണെന്നും വിചാരിച്ച് ആ സ്ത്രീയും ഇദ്ദേഹത്തിന്റെ കൂടെ പോയി കിടന്നു. ആ സ്ത്രീ വീട്ടുടമസ്ഥന്റെ ഭാര്യയായിരുന്നു. നനഞ്ഞു ബുദ്ധിമുട്ടി ഈറനോടുകൂടി പുതയ്ക്കാനൊന്നുമില്ലാതെ വിറച്ചുകൊണ്ട് കിടന്നിരുന്ന ഭട്ടതിരിക്ക് ഇവളുടെ സഹശയനം ഏറ്റവും സുഖകരമായി ഭവിച്ചു. തൽക്കാലം തന്റെ നിശ്ചയങ്ങളെ കുറിച്ചൊന്നും ഓർമ്മയുണ്ടായതുമില്ല. ഭട്ടതിരി തൽക്കാല സമയത്തേക്ക് ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. സുഖാനുഭവങ്ങൾ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഭട്ടതിരി നക്ഷത്രം നോക്കി സമയം അറിഞ്ഞിട്ട് ആ സ്ത്രീയോട് "നീ ആരാണ്? നിന്റെ ജാതി എന്താണ്?" എന്നൊക്കെ ചോദിച്ചു. ശബ്ദം കേട്ടപ്പോഴേ ആൾ മാറിയാണെന്ന് അവൾക്ക് മനസ്സിലായുള്ളൂ. ഉടനെ പരിഭ്രമിച്ച് എണീറ്റ് വന്ദിച്ച് അടുക്കൽ നിന്നും കൊണ്ട് ലജ്ജാവനതമുഖിയായി മന്ദമാകും വണ്ണം അവൾ പറഞ്ഞു, "അടിയൻ കണിയാട്ടിയാണ്. ആളറിയാതെ ചെയ്തുപോയ അപരാധത്തെ തിരുമേനി ക്ഷമിക്കണം" എന്ന് പറഞ്ഞു. ഇതു കേട്ടപ്പോഴേ ഭട്ടതിരിക്ക് തന്റെ സ്ഥിതിയെക്കുറിച്ച് ഓർമ്മ വന്നുള്ളൂ. ആട്ടെ, നീ ഇതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കുകയും വ്യസനിക്കുകയും വേണ്ട. ഇത് ഈശ്വര വിധിയാണ്. നീ ഇപ്പോൾ എങ്കിൽ നിന്നും ഗർഭം ധരിച്ചിരിക്കുന്നു. അതിയോഗ്യനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കും. അവൻ നിമിത്തം നിനക്കും നിന്റെ കുടുംബത്തിനും ഏറ്റവും അഭ്യുദയവും സിദ്ധിക്കും. ഇതാ അരുണോദയമായിരിക്കുന്നു. ഞാൻ ഇനിവിടെ താമസിക്കുന്നില്ല. ഈശ്വരേച്ഛയുണ്ടെങ്കിൽ ഇനിയൊരു കാലത്തു ഞാൻ ഇവിടെ വന്നു കണ്ടുകൊള്ളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ ആരാണെന്നുള്ള വിവരവും പറഞ്ഞതിന്റെ ശേഷം വെളുപ്പാൻ കാലത്തു തന്നെ ഭട്ടതിരി അവിടെ നിന്ന് പോവുകയും ചെയ്തു.
അതിന്റെ ശേഷം അദ്ദേഹം ശ്രീകാശി മുതലായ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഒടുക്കം പാണ്ഡ്യരാജ്യത്തു ചെന്നു ചേർന്നു. പിന്നെ കുറഞ്ഞൊരു കാലം അവിടെ താമസിക്കുകയും അവിടെയും ഒരു ശൂദ്ര സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ പുത്രനെ അദ്ദേഹം തന്നെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും വിശേഷിച്ച് ജ്യോതിശാസ്ത്രം ഉപദേശിക്കുകയും ചെയ്തു. ആ പുത്രനാണ് പ്രസിദ്ധനായ ഉള്ളമടയാൻ എന്ന് ചിലർ പറയുന്നു. ഉള്ളമടയാൻ ഭട്ടതിരിയുടെ പുത്രനല്ല, ശിഷ്യനാണ് എന്നും ചിലർ പറയുന്നുണ്ട്. ഭട്ടതിരി വളരെ കാലം പരദേശങ്ങളിൽ താമസിച്ചതിന്റെ ശേഷം കാശിവാസിയുടെ വേഷമായിട്ട് തന്നെ സ്വദേശത്തേക്ക് പുറപ്പെട്ടു. ഭട്ടതിരിയിൽ നിന്നു ഗർഭം ധരിച്ച കണിയാട്ടി 10 മാസം കഴിഞ്ഞപ്പോൾ ഗർഭം പൂർണ്ണമായി. ഏറ്റവും തേജോമയനും കോമളനുമായ ഒരു പുത്രനെ പ്രസവിച്ചു. യഥാകാലം ആ ബാലനെ വിദ്യാഭ്യാസം ചെയ്യിക്കുകയും അവന്റെ ബുദ്ധി സാമർഥ്യത്താൽ അവൻ ഒരു നല്ല വിദ്വാനും ജ്യോത്സ്യനുമായി തീരുകയും ചെയ്തു. ജാതകമെഴുത്ത്, പ്രശ്നം പറയുക മുതലായവയിൽ അവൻ ഏകദേശം ഭട്ടതിരിയോട് തുല്യനായി തീർന്നു. അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു നമ്പൂരി താൻ വിവാഹം ചെയ്തിരിക്കുന്ന അന്തർജനത്തിന് ഗർഭമുണ്ടായിരിക്കുമ്പോൾ എതിർച്ചയാ കണിയാരെ കാണുന്നതിന് സംഗതിയായി. അപ്പോൾ അന്തർജനം പ്രസവിക്കുന്നത് ഉണ്ണിയോ പെണ്ണോ എന്ന് ചോദിച്ചു. ഉടനെ കണിയാർ സ്ത്രീ പ്രജയാണെന്നും താമസിയാതെ ജാതകം എഴുതി തരാമെന്നും പറഞ്ഞു. അപ്രകാരം ഒരു സ്ത്രീ ജാതകം എഴുതി കൊടുക്കുകയും ആ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് അന്തർജനം പ്രസവിക്കുകയും പെൺകുട്ടി തന്നെ ആയിരിക്കുകയും ചെയ്തതിനാൽ നമ്പൂരിക്ക് നല്ല വിശ്വാസമായി. പിന്നെയും അന്തർജനത്തിന് ഗർഭമുണ്ടാകുന്ന സമയമൊക്കെ കണിയാരെ കണ്ട് പറയുകയും പ്രസവിക്കുന്നതിനു മുമ്പ് തന്നെ കണിയാർ ജാതകം എഴുതി കൊടുക്കുകയും എല്ലാം ഒത്തുവരികയും ചെയ്തു. അങ്ങനെ നമ്പൂരിക്ക് 9 പെൺകിടാങ്ങളുണ്ടായി. അത്യന്തം ദരിദ്രനായ നമ്പൂരിക്ക് 9 പെൺകിടാങ്ങൾ അടുപ്പിച്ചുണ്ടാവുകയും ഒരു പുത്രൻ പോലും ഉണ്ടാകാതിരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ വ്യസനം എത്രയോ കൂടുതലായിരുന്നു. 10ാമതും അന്തർജനത്തിന് ഗർഭമായപ്പോൾ കണിയാരെ പോയി കണ്ടു. വിവരം പറഞ്ഞു. അതും സ്ത്രീ പ്രജ തന്നെയാണെന്ന് പറഞ്ഞ് കണിയാരും പതിവ് പോലെ ജാതകം എഴുതി കൊടുത്തു. കണിയാർ പറഞ്ഞതിൽ പിന്നെ കടുകിടയ്ക്ക് വ്യത്യാസം വരികയില്ലെന്ന് നിശ്ചയമുള്ളതിനാൽ നമ്പൂരിക്ക് വ്യസനം സഹിക്കവയ്യാതെ ആയിത്തീർന്നു. ഇപ്രകാരം ഇരിക്കുന്ന കാലത്ത് എതിർച്ചയാ ഒരു വഴിപോക്കൻ നമ്പൂരിയുടെ ഇല്ലത്തു വന്നു. ആ വഴിപോക്കൻ തൈക്കാട്ടുശ്ശേരിയിൽ തൈക്കാട്ടു നമ്പൂരിയായിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹം എവിടെയോ പോയി വരും വഴി ഊണ് കഴിച്ചു പോകാനായി അവിടെ കയറിയതാണ്. വഴിപോക്കൻ നമ്പൂരിയെ കണ്ടയുടനെ ഗൃഹസ്ഥൻ നമ്പൂരി യഥായോഗ്യം ആദരിച്ച് വേഗത്തിൽ കുളി കഴിച്ചു വരാം, ഊണിന് അധികം താമസമില്ല എന്ന് പറഞ്ഞു. ദാരിദ്ര്യം അതികലശലായിട്ടുണ്ടെങ്കിലും ആ ഗൃഹസ്ഥൻ നമ്പൂരി ഏറ്റവും ഔദാര്യമുള്ള ആളായിരുന്നു. വഴിപോക്കൻ നമ്പൂരി കുളിയും തേവാരവും കഴിഞ്ഞു വന്നപ്പോഴേക്കും ഭക്ഷണം തയ്യാറായിരുന്നു. 2 പേരും ഊണു കഴിഞ്ഞ് പുറത്തളത്തിൽ പോയി മുറുക്കി വർത്തമാനവും പറഞ്ഞിരിക്കുമ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി തന്റെ കഷ്ടാവസ്ഥകളെല്ലാം വഴിപോക്കൻ നമ്പൂരിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഉടനെ വഴിപോക്കൻ നമ്പൂരി ചോദിച്ചു, ഇപ്പോൾ അകായിലേക്ക് ഗർഭം എത്ര മാസമായി? നാളു പോയിട്ട് 1 മാസം കഴിഞ്ഞു എന്ന് ഗൃഹസ്ഥൻ പറഞ്ഞു. അത്രേ ഉള്ളോ? എന്നാൽ ഈ പ്രാവശ്യത്തേത് ഒരു ഉണ്ണിയാകരുതെന്നൊന്നുമില്ല. എനിക്കൊരു 40 ദിവസം ചെലവിന് തന്ന് ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ഈ പ്രാവശ്യം പുരുഷ പ്രജയെ പ്രസവിപ്പിച്ചേക്കാം എന്ന് വഴിപോക്കൻ പറഞ്ഞു. അപ്പോൾ ഗൃഹസ്ഥൻ, സ്ത്രീ പ്രജയെന്ന് കണിയാൻ ജാതകം എഴുതി തന്നിരിക്കുന്ന സ്ഥിതിക്ക് അത് മറിച്ചു വരാൻ പ്രയാസമാണ്. കണിയാൻ സാമാന്യക്കാരനല്ല എന്ന് പറഞ്ഞു. ആട്ടെ, അതൊക്കെ ശരി തന്നെ. എനിക്ക് 40 ദിവസം ഭക്ഷണം തന്ന് ഇവിടെ താമസിപ്പിക്കാമോ? എന്നാൽ കണിയാനല്ല ബ്രഹ്മാവ് തന്നെ പറഞ്ഞാലും ഞാൻ നിവൃത്തി ഉണ്ടാക്കിക്കൊള്ളാം എന്ന് വഴിപോക്കൻ ഉറപ്പായി വീണ്ടും പറഞ്ഞപ്പോൾ അങ്ങനെ ആവാമെന്ന് ഗൃഹസ്ഥൻ സമ്മതിച്ചു. അതിന്റെ ശേഷം വഴിപോക്കൻ നമ്പൂരി 40 ദിവസം അവിടെ താമസിച്ച് അന്തർജനത്തിന് നെയ് ജപിച്ചു കൊടുത്തു. പ്രസവ ദിവസം ഞാനും വരാം, കണിയാനെയും വരുത്തണം. ആരു പറഞ്ഞതാണ് ഒക്കുന്നതെന്നറിയാമല്ലോ എന്ന് പറഞ്ഞ് വഴിപോക്കൻ നമ്പൂരി പോവുകയും ചെയ്തു. അന്തർജനത്തിന്റെ പ്രസവ ദിവസം നേരത്തെ ആ നമ്പൂരി വീണ്ടും വന്നു ചേർന്നു. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന വിവരവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ഒന്നും കണിയാനോട് പറയരുതെന്നും പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങാതെ പുറത്തളത്തിൽ ഇരുന്നു. കണിയാൻ വിവരമൊന്നും അറിയാതെ പഠിക്കലും വന്നിരുന്നു. അപ്പോൾ എതിർച്ചയാ ഒരു കാശിവാസിയും അവിടെ വന്ന് മുറ്റത്തിരുന്നു. ഉടനെ അന്തർജനത്തിന് പ്രസവവേദനയും ആരംഭിച്ചു. അപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി കണിയാനോട്, എന്താ കണിയാരെ,
പെണ്ണു തന്നെയാണ് അല്ലേ എന്ന് ചോദിച്ചു. അടിയൻ എഴുതി തന്നിട്ടുള്ള ജാതകമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, പിന്നെ എന്തിന് സംശയിക്കുന്നു? അങ്ങനെ തന്നെയാണ് ഇതും എന്ന് കണിയാൻ പറഞ്ഞപ്പോൾ കാശിവാസി, ഇതുവരെ തെറ്റിയിട്ടില്ലെങ്കിലും ഈ പ്രാവശ്യം കുറച്ച് തെറ്റിപ്പോയി. അന്തർജനം പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയെയാണ്, സംശയമില്ല എന്ന് പറഞ്ഞു. ഒരു നാളും അങ്ങനെ വരുന്നതല്ലെന്ന് കണിയാനും വാദിച്ചു. അങ്ങനെ അവർ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പശുവിന് പ്രസവ വേദന തുടങ്ങി, പ്രസവിക്കാനുള്ള ഭാവമായി. അപ്പോൾ ഗൃഹസ്ഥൻ നമ്പൂരി, ആട്ടെ കണിയാരെ, എന്നാൽ ഈ പശു പ്രസവിക്കുന്ന കിടാവ് എന്തായിരിക്കുമെന്ന് ചോദിച്ചു. ഉടനെ കണിയാർ, കാളക്കിടാവാണ്, നെറ്റിയിൽ ചാർത്തുമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കാശിവാസി, നെറ്റിയിൽ ചാർത്തല്ല, വാലിൽ കൊടിയാണ് എന്ന് പറഞ്ഞു. ആട്ടെ, നമുക്കിപ്പോൾ അറിയാമല്ലോ എന്നായി കണിയാൻ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പശു പ്രസവിച്ചു. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ശനിയാഴ്ച കേൾക്കാം.